ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ടായിരുന്നൊരു ആർട്ടിക്കിളാണ്. അതിങ്ങനെയായിരുന്നു: കനോട്ട് ലീഗലൈസ് സെയിം സെക്സ് മാരേജ് സ്റ്റേറ്റ്സ് സുപ്രീം കോടതി ബെഞ്ച്. ഇത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ പൊളിറ്റിയൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺടെക്സ്റ്റ് ഇങ്ങനെയായിരുന്നു: സെയിം സെക്സ് മാരേജിനെ ലീഗലൈസ് ചെയ്യാനായിട്ടുള്ള പെറ്റീഷൻസ് സുപ്രീം കോടതി റിജക്റ്റ് ചെയ്തു. പിന്നെ അവർ ക്ലോസ്ലി എക്സാമിൻ ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ മാരേജസ് ആക്ട് 1954 ഈ ഒരു കേസ് തമ്മിലുള്ള റിലേഷൻസ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്. അപ്പം ഈ ഒരു കേസിൽ സുപ്രീം കോർട്ടിൻ്റെ ഒബ്സർവേഷൻ ഇതായിരുന്നു, അതായത് ഇറ്റ് വാസ് എഗെയിൻസ്റ്റ്, ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ആണ്. അതായത് 5 ജഡ്ജ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ആ ബെഞ്ചിൽ. ആ ഒരു ബെഞ്ച് 3:2 എന്ന രീതിയിലാണ് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് സെയിം സെക്സ് മാരേജസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തേക്കുന്നത്. അതായത് 3 പേര് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തു. 2 മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇതിന് ഫേവർ ആയിട്ടാണ് വോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇത് വാലിഡ് ആകാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് CJI concluded that the court cannot modify the Special Marriages Act 1954 to include same-sex couples. അപ്പം നമ്മൾ ഈ ഒരു ന്യൂസിൽ മെയിനായിട്ട് നോക്കുന്നത് ലീഗാലിറ്റി ഓഫ് സെയിം സെക്സ് മാരേജ് ഇൻ ഇന്ത്യ ആൻഡ് ഓൾസോ ഈ സ്പെഷ്യൽ മാരേജസ് ആക്ട് 1954 ആണ്. ഓക്കെ, അപ്പം ഈ സ്പെഷ്യൽ മാരേജസ് ആക്ട് 1954 എന്ന് പറയുന്നത് ബേസിക്കലി ഇൻ്റർഫെയ്ത്ത് കപ്പിൾസിൻ്റെ മാരേജിനെ കുറിച്ച് അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ലോ ആണ്. ഓക്കെ, അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് പാർലമെൻ്റ് ആണ്. ഈ സ്പെഷ്യൽ മാരേജസ് ആക്ടോ അല്ലെങ്കിൽ എന്ത് ലെജിസ്ലേഷൻ ആണെങ്കിലും അത് പാർലമെൻ്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ് ഇങ്ങനത്തെ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജുഡീഷ്യറി എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചെക്ക് ചെയ്യാനുള്ള പർപ്പസാണ് ജുഡീഷ്യറിക്കുള്ളത്. ഓക്കെ, നമുക്ക് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ സെപ്പറേഷൻ ഓഫ് പവേഴ്സിൽ ലെജിസ്ലേഷൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ലോസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരിക്കലും ജുഡീഷ്യറിക്ക് ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അത് സെപ്പറേഷൻ ഓഫ് പവേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്നൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം അവർ അതർ ഒബ്സർവേഷനായിട്ട് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ കൺസെപ്റ്റ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് അതൊരിക്കലും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അത് ഡൈനാമിക് പ്രൊഫൈലിൽ വരുന്നൊരു കാര്യമാണ്. അതായത് എന്താണ്, ഇപ്പോൾ നമുക്ക് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ്, സെക്സ് ബിഫോർ മാരേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ പറയുമ്പോൾ മാരേജ് എന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഡൈനാമിക് ആയിട്ടുള്ള കാര്യമാണെന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ക്വയർ കമ്മ്യൂണിറ്റിയുടെ ഇഷ്യൂസും കൂടി വരുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് സുപ്രീം കോടതി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ഈക്വൽ റൈറ്റ് ആൻഡ് ഫ്രീഡം ഓഫ് ക്വയർ പേഴ്സൺസ് ടു എൻ്റർ ഇൻ ടു എ യൂണിയൻ. ഓക്കെ, മാരേജ് എന്ന് പറയുന്നില്ല, അവർ യൂണിയൻ എന്നാണ് ടേം ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം 5 ജഡ്ജസും അഗ്രി ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദർ ഇസ് നോ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു മാരി അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് നമ്മൾ ഓർത്തിരിക്കണം. കാരണം ഈ റൈറ്റ് ടു മാരി എന്ന് പറയുന്നത് ശരിക്കും ആർട്ടിക്കിൾ 21 ആയിട്ട് റിലേറ്റഡ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല എന്ന് ഈ ഒരു ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ലീഗാലിറ്റി ഓഫ് സെയിം സെക്സ് മാരേജ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഈ റൈറ്റ് ടു മാരി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലെ, ഇറ്റ് ഈസ് നോട്ട്, റൈറ്റ് ടു മാരി ഈസ് നോട്ട് expressly recognized as a fundamental or constitutional right, but it's a statutory right. പിന്നെ ഇതിൻ്റെ യൂണിയൻ അല്ലെങ്കിൽ സെയിം സെക്സ് കപ്പിൾസിൻ്റെ മാരേജ് എന്ന് പറയുന്നത് ഒരു യൂണിയൻ എന്നാണ് റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത്. പിന്നെ സുപ്രീം കോടതി എടുക്കുന്ന ഡിസിഷൻസ് ബൈൻഡിങ് ഓൺ ഓൾ കോർട്സ് ആണ്. ഈ ഒരു അത് പറയുന്ന ആർട്ടിക്കിൾ 141 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നും കൂടി ഓർത്തിരിക്കാം. പിന്നെ ഏർലി വ്യൂസ് ഓഫ് സുപ്രീം കോർട്ട് ഓൺ സെയിം സെക്സ് മാരേജസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, മാരേജ് ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നായിരുന്നു ഫസ്റ്റ് കേസ് സെഫിൻ ജോഹാൻ ആൻഡ് അശോക് KM ആൻഡ് അതേഴ്സ് ഇൻ 2018 കേസിൽ പറഞ്ഞേക്കുന്നത്. അതായത് എന്താണ്, ആ ഒരു കേസിൽ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് റൈറ്റ് ടു മാരി എ പേഴ്സൺ ഓഫ് വൺസ് ചോയ്സ് ഈസ് ഇൻറ്റഗ്രൽ ടു ആർട്ടിക്കിൾ 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമുക്കറിയാം ആർട്ടിക്കിൾ 16 ഓഫ് ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പ്രകാരമാണ് അത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 16 അതായത് റൈറ്റ് ടു പ്രൊഫഷൻ, ആ ഒരു കേസസിൽ സ്റ്റേറ്റ് കനോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എ പേഴ്സൺ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ അല്ലെങ്കിൽ കാസ്റ്റ്, റേസ്, പിന്നെ സെക്സ് കൂടിയുണ്ട്. ഓക്കെ, അപ്പം സെക്സ്വൽ ഓറിയൻറ്റേഷൻ പ്രകാരം ഒരിക്കലും നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ആർട്ടിക്കിൾ 16 പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു മാരേജ് ഈസ് ഇൻട്രിൻസിക് ടു ഇൻഡിവിജ്വൽ ലിബർട്ടി, എ ഫണ്ടമെൻ്റൽ റൈറ്റ് ദാറ്റ് encompasses decisions central to the pursuit of happiness including matters of belief and faith. ഓക്കെ, അപ്പോൾ ഇത് ഇനീഷ്യൽ കേസാണ്. ഓക്കെ, ഷെഫിൻ ജഹാൻ വേഴ്സസ് അശോക് KM ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന ആ കേസിൽ
അവർ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലേറ്റർ ഓൺ LGBT കമ്മ്യൂണിറ്റി എൻറ്റൈറ്റിൽഡ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്, അത് നവനീത് സിംഗ് ജോഹർ ആൻഡ് അതേഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018 കേസാണ്. അപ്പോൾ അതിൽ സുപ്രീം കോടതി ഡിക്ലെയർ ദാറ്റ് ദ മെമ്പേഴ്സ് ഓഫ് LGBTQ കമ്മ്യൂണിറ്റീസ് ആർ എൻറ്റൈറ്റിൽഡ് ടു ദ ഫുൾ റേഞ്ച് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഇൻക്ലൂഡിംഗ് ഈക്വൽ സിറ്റിസൺഷിപ്പ് ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ അണ്ടർ ദ ലോ. പക്ഷേ ഇപ്പോഴത്തെ ഡിസിഷനിൽ ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു മാരേജ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ മെയിൻസ് ആൻസർ റൈറ്റിംഗ്, നമ്മളിത് ഈ ഒരു ടൈപ്പ് ന്യൂസ് അല്ലെങ്കിൽ എന്ത് ന്യൂസ് എടുത്താലും നമ്മൾ ഒരിക്കലും ഒരു ആക്ടിവിസ്റ്റ് പെർസ്പെക്റ്റീവിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാൻ പാടില്ല. കാരണം നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആക്ടിവിസ്റ്റ് പെർസ്പെക്റ്റീവ് മാറ്റിയിട്ട് വാട്ട് ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഗവൺമെൻറ് സെയിം. കാരണം അൾട്ടിമേറ്റ്ലി വി ആർ ഓൾ ഗവൺമെൻറ് സർവൻസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു എക്സാം പെർസ്പെക്റ്റീവ് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആൻസർ റൈറ്റിംഗിൽ ഇതിന് ഈ ഒരു കേസിൽ എന്ത് ചോദ്യം ചോദിച്ചാലും നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് സെയിം സെക്സ് മാരേജ് പറയണം. അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് സെയിം സെക്സ് മാരേജ് പറയണം. അപ്പം ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് സെയിം സെക്സ് മാരേജ് എന്താണ്? ഈക്വൽ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ അണ്ടർ ദ ലോ വരും. അതായത് ഓൾ ഇൻഡിവിജ്വൽസ് റിഗാർഡ്ലെസ് ഓഫ് സെക്ഷൽ ഓറിയൻറ്റേഷൻ ഡിസേർവ് ദ റൈറ്റ് ടു മാരി ആൻഡ് ഫോം ഫാമിലീസ്. പിന്നെ നോൺ ഡിസ്ക്രിമിനേഷൻ, അതായത് ഡിനൈങ് സെയിം സെക്സ് മാരേജ് അക്കൗണ്ട്സ് ടു ഡിസ്ക്രിമിനേഷൻ ആൻഡ് അണ്ടർമൈൻസ് ഡിഗ്നിറ്റി ഓഫ് LGBTQ couples. പിന്നെ strengthening families and communities. Marriage offers social and economic benefits that extend to same sex couples and their families. പിന്നെ cohabitation as a fundamental right. Chief Justice of India recognizes cohabitation as a fundamental right. പിന്നെ emphasis the government's obligation to acknowledge these relations. പിന്നെ ജെൻഡർ കോംപ്ലക്സിറ്റി. അപ്പം നമുക്കറിയാം ജെൻഡർ എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് ബയോളജിക്കൽ സെക്സിനെക്കാട്ടിലും ഒരു കോംപ്ലക്സ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം ആ ഒരു പ്രശ്നമുള്ളതെന്ന് പറയുമ്പോഴേക്കും ഈ ജെൻഡർ ഇഷ്യൂവിനെ കുറച്ചുകൂടെ കോംപ്ലക്സിറ്റിയിലോട്ട് കൊണ്ടുപോകാതിരിക്കാനായിട്ട് ഇത് ബെനിഫിറ്റ് ചെയ്യും. പിന്നെ നമുക്കറിയാം സെയിം സെക്സ് മാരേജ് മെനി ഡെമോക്രാറ്റിക് കൺട്രീസ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സൊസൈറ്റീസ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പിന്നെ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് സെയിം സെക്സ് മാരേജ്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ബിലീഫ്. അപ്പോൾ മെനി റിലീജിയൻസ് ആൻഡ് കൾച്ചറൽ ഗ്രൂപ്പ്സ് ഈ മാരേജ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റ് സെക്സ് യൂണിയനെയാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം അത് അവരുടെ ഒരു ബിലീഫ് അല്ലെങ്കിൽ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് അത് വന്നേക്കുന്നത്. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു സെയിം സെക്സ് മാരേജ് വരുന്നത്. ഓക്കെ, അതും കൂടി ഓർത്തിരിക്കുക. പിന്നെ പ്രോക്രിയേഷൻ. അപ്പം നമ്മൾ ബേസിക്കലി മാരേജിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണ്, കുട്ടികളുണ്ടാകുക എന്നുള്ളതാണ്. അതായത് പ്രോക്രിയേഷനാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ എയിം. ഓക്കെ, ബിലീവിംഗ് ദ സെയിം സെക്സ് കപ്പിൾസ് കനോട്ട് ഹാവ് ബയോളജിക്കൽ ചിൽഡ്രൻ വിച്ച് ഗോസ് അഗെയിൻസ്റ്റ് നാച്ചുറൽ ഓർഡർ. ലീഗൽ ഇഷ്യൂസ് എന്താണ്, concerns exist that legal complications could arise such as inheritance, tax, property rights. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് പ്രൊവിഷൻസിൽ തന്നെ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. പ്രോപ്പർട്ടി റൈറ്റ്സ് ആണെങ്കിലും ഇൻഹെറിറ്റൻസ് ആണെങ്കിലും ഡിവോഴ്സ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹെട്രോസെക്ഷൽ മാരേജസിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെയൊക്കെ വരുമ്പോഴേക്കും അത് കുറച്ചുകൂടെ ലീഗൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ അഡോപ്ഷൻ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ മിക്ക സൊസൈറ്റിയിലും LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് അഡോപ്ഷൻ പറ്റത്തില്ല. കാരണം അത് കുട്ടികളുടെ ഇമോഷണൽ വെൽബീയിങ്ങിനെ അഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇങ്ങനെയുള്ള മാരേജസിൽ ഉള്ള വേ ഫോർവേഡ്, ഇങ്ങനൊരു ഇഷ്യൂവിൽ ഉള്ള വേ ഫോർവേഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് റേസ് അവയർനെസ്, പ്രൊമോട്ട് ഇക്വാളിറ്റി ആൻഡ് LGBTQ അക്സെപ്റ്റൻസ് ത്രൂ അവയർനെസ് ക്യാമ്പയിൻസ്. പിന്നെ ലീഗൽ റിഫോംസ് വേണം. അപ്പോൾ ഈ സ്പെഷ്യൽ മാരേജസ് ആക്ട് അവർ പറഞ്ഞത് അത് റിന്യൂ ചെയ്യണമെന്നാണ്. അപ്പം ഇത് ലെജിസ്ലേച്ചർ ഇതിനുള്ള നടപടികൾ എടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു സ്പെഷ്യൽ മാരേജസ് ആക്ട് 1954 സെയിം സെക്സ് കപ്പിൾസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം ഇങ്ങനത്തെ ഒരു വിധി വന്നപ്പോഴേക്കും പാർലമെൻറ്റ് പറഞ്ഞത് ദേ വിൽ പ്രൊവൈഡ് എ കമ്മിറ്റി ടു എക്സാമിൻ വാട്ട് ആർ ദ പ്രൊവിഷൻസ് ദാറ്റ് ആർ നീഡഡ് ഫോർ LGBT കമ്മ്യൂണിറ്റി ടു ബി ഇൻക്ലൂഡഡ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ ഡയലോഗ് ആൻഡ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ റിലീജിയസ് ലീഡേഴ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലീഡേഴ്സുമായിട്ട് ഈ ട്രഡീഷണൽ ബിലീഫും മോഡേൺ ബിലീഫും ആയിട്ടുള്ള മോഡേൺ ആറ്റിറ്റ്യൂഡ്സും തമ്മിൽ ലിങ്ക് ചെയ്യാനായിട്ട് ഉള്ള ഡയലോഗ്സ് ജനറേറ്റ് ചെയ്യുക. പിന്നെ ലീഗൽ ചാലഞ്ചസ്. അപ്പം കറണ്ട് ലോസിൽ നമുക്ക് സെയിം സെക്സ് മാരേജിൻ്റെ ലീഗൽ പ്രൊവിഷൻസ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് അതിനെ ചാലഞ്ച് ചെയ്യുക. പിന്നെ കൊളാബറേഷൻ, വർക്ക് കളക്റ്റീവ്ലി ഇൻക്ലൂഡിങ്. അപ്പോൾ ഒരു ഹാർമോണിയസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കളക്റ്റീവ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുക. ഓക്കെ, പിന്നെ നമുക്കറിയാം ഈ ഒരു ന്യൂസിൽ ലീഗാലിറ്റി ഓഫ് സെയിം സെക്സ് മാരേജ് നമ്മൾ നോക്കി, അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് നോക്കി, പിന്നെ വേ ഫോർവേഡ് നോക്കി. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെഷ്യൽ മാരേജസ് ആക്ട് 1954 ആണ്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ബേസിക്കലി മാരേജസ്
ഔട്ട്സൈഡ് നമുക്കറിയാം ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്, മുസ്ലിം പേഴ്സണൽ ലോ ആപ്ലിക്കേഷൻ ആക്ട് ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും രണ്ട് ഫെയ്ത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മാരേജസിനെ ബേസ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിന് ഔട്ട്സൈഡ് ആയിട്ട് ആൾക്കാർക്ക് മാരേജ് ചെയ്യണമെങ്കിൽ ആ ഒരു മാരേജസിനെ അലോ ചെയ്യുന്ന ആക്ടാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് 1954. അപ്പം ഇങ്ങനെയുള്ള കപ്പിൾസിന് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് എൻഷുർ ചെയ്യുന്ന ഒരു ആക്ടാണിത്. ഓക്കെ, പ്രൊവൈഡ് സിവിൽ മാരേജസ് റിഗാർഡ്ലെസ് ഓഫ് റിലീജിയൻ, ഫെയ്ത്ത് ഓർ നാഷണാലിറ്റി. ഓക്കെ, അപ്പോൾ ഇത് ഹിന്ദു മാരേജ് ആക്ടോ അല്ലെങ്കിൽ മുസ്ലിം പേഴ്സണൽ ലോയിനെ ഓവർറൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു ആക്ട് വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പെർമിറ്റ്സ് മാരേജ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്സ്, ഗവേൺസ് മാരേജ് സോളംനൈസേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഫോർ നോൺ ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജെയിൻ ആൻഡ് സിഖ് ഇൻഡിവിജ്വൽസ്. എ സെക്യുലർ ആക്ട് ആണ്, ലിബറേറ്റിംഗ് ഇൻഡിവിജ്വൽസ് ഫ്രം ട്രഡീഷണൽ മാരേജ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, പിന്നെ നമ്മുടെ ന്യൂസിലുണ്ടായിരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇമേജ് ആയിരുന്നു, റെഡ് ടൈഡ് എന്ന് പറയുന്നത് ഹെഡിങ്ങോട് കൂടി. അപ്പം ഇത് നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയതുകൊണ്ട് എടുത്തതാണ്. അപ്പം ഈ റെഡ് ടൈഡ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അതെവിടാണ് കൂടുതൽ ഇന്ത്യയിൽ കാണപ്പെടുന്നതെന്ന് അറിഞ്ഞിരിക്കണം, ഇതിൻ്റെ കോസസ് എന്താണ്, ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, റെഡ് ടൈഡ് എന്ന് പറയുന്നത് റെഡ് കളർ ആൽഗെ ക്രിയേറ്റ് ചെയ്യുന്ന ആൽഗൽ ബ്ലൂംസ് ആണ്. ഇത് ശരിക്കും ഫിഷിന് ഹാംഫുൾ ആണ്, മെറൈൻ ആനിമൽസിനും അതിനെല്ലാം നമുക്കാണെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ളൊരു ആൽഗയാണ് റെഡ് ടൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റെഡ് ടൈഡിൻ്റെ കളർ വരാൻ കാരണം എന്താ, 𝗗𝗏𝗶𝗹𝘆 എന്ന് പറയുന്ന ഒരു ടോക്സിക് ആൽഗെ സ്പീഷീസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൽഗൽ ബ്ലൂംസ് ഫോം ചെയ്യുന്നതാണ്. ഓക്കെ, 𝗗𝗏𝗶𝗆𝘆. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ടേം ചോദിച്ചിട്ട് വാട്ട് ഈസ് ഇറ്റ് റിലേറ്റഡ് ടു എന്നൊക്കെ പ്രിലിംസ് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ആൽഗെ ആണ്, ആൽഗെ സ്പീഷീസിൽ പെടുന്ന ഒരു ഇതാണെന്നും കൂടി അറിഞ്ഞിരിക്കാം. അപ്പം ഈ 𝗗𝗏𝗶𝗆𝘆 എന്ന് പറയുന്നത് ബെർബി ടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ റിലീസ് ചെയ്യും. അത് അക്വാട്ടിക് ലൈഫിനും ഹ്യൂമൻസിനും ഹാംഫുൾ ആണ്. അപ്പം ഈ ഒരു റെഡ് ആൽഗെ ബ്ലൂം ഫോം ചെയ്യുമ്പോഴേക്കും സൺലൈറ്റ് ബ്ലോക്ക് ആവും, അപ്പം ഓക്സിജൻ ലെവൽസ് ഡിപ്ലീറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഈ റെഡ് ടൈഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഒക്കേഴ്സ് ഇൻ സമ്മർ ആൻഡ് സ്പ്രിംഗ് വെൻ ദ വാട്ടർ ഈസ് വാം ആൻഡ് സ്ലോ മൂവിങ്. അപ്പം ന്യൂട്രിയൻ റിച്ച് വാട്ടേഴ്സ്, എസ്പെഷ്യലി നമുക്കറിയാം മറൈൻ വാട്ടേഴ്സ് നമ്മുടെ റിവർ വാട്ടർ അല്ലെങ്കിൽ ബ്രാക്കിഷ് വാട്ടർ കമ്പൈൻ ചെയ്യുന്ന ഏരിയാസിലാണ് ഈ റെഡ് ടൈഡ് കാണപ്പെടുക എന്നുകൂടി ഓർത്തിരിക്കാം. അപ്പോൾ ഇന്ത്യയിൽ ആൽഗൽ ബ്ലൂംസ് ഒക്കർ ചെയ്യുന്നത് വിത്ത് ഡയാറ്റംസ്, സൈനോബാക്ടീരിയ, ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ റാഫിഫൈറ്റ്സ് ഒക്കെയാണ് ഇത് കോസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ബേസിക്കലി ആൽഗൽ ബൂം എന്ന് പറയുന്നത് റെഡ് ആൽഗൽ ബൂം എന്ന് മാത്രമല്ല, മറ്റ് നോർമൽ ആയിട്ടുള്ള ആൽഗൽ ബൂംസും ഫോം ചെയ്യുന്നത് ഈ മൈക്രോ ഓർഗാനിസംസ് കാരണമാണെന്ന് കൂടി ഓർത്തിരിക്കുക. പിന്നെ ഇത് കൂടുതലും പ്രെവലൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റിലാണ് ഡ്യൂറിങ് ദ റിട്രീറ്റ് ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആൻഡ് പ്രീ മൺസൂൺ പീരീഡിലാണ്. ഓക്കെ, വെസ്റ്റ് കോസ്റ്റ് ഹാസ് ഫേവറബിൾ ടെമ്പറേച്ചർ ആൻഡ് വാട്ടർ കണ്ടീഷൻസ് ഡിസ്പൈറ്റ് ബീങ് ലെസ് ന്യൂട്രീഷ്യസ് ദാൻ ഈസ്റ്റേൺ കോസ്റ്റ് ഡ്യൂ ടു മോർ സ്യൂട്ടബിൾ കണ്ടീഷൻസ്. ഓക്കെ, ഈസ്റ്റേൺ കോസ്റ്റിനേക്കാളിലും കൂടുതൽ കാണപ്പെടുന്നത് വെസ്റ്റേൺ കോസ്റ്റിലാണെന്ന് കൂടി ഓർത്തിരിക്കുക. പിന്നെ കുറച്ചുകൂടെ താഴോട്ട് വന്നപ്പോഴേക്കും നമുക്ക് കണ്ട വേറൊരു ന്യൂസാണ് 𝗏𝗏𝗄𝗏 ഫെസ്റ്റിവിറ്റീസ്. 𝗏𝗏𝗄𝗏 ഫെസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു വുമൺ വുമൺ ഫ്ലോറൽ ഫെസ്റ്റിവലാണ്. ബേസിക്കലി ഫ്ലവേഴ്സിൻ്റെ ഒരു ഫെസ്റ്റിവലാണ്. ഇത് കൂടുതൽ ഒബ്സർവ് ചെയ്തേക്കുന്നത് തെലങ്കാന ആൻഡ് പാർട്സ് ഓഫ് ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, ഇറ്റ്സ് എ 9-day ഫെസ്റ്റിവൽ സ്റ്റാർട്ടിംഗ് ഫ്രം മഹാലയ അമാവാസ്യ ടു ദുർഗാഷ്ടമി. ഓക്കെ, ടിപ്പിക്കലി സെലിബ്രേറ്റഡ് ഇൻ സെപ്റ്റംബർ ഒക്ടോബർ ഓഫ് ദ ഗ്രിഗോറിയൻ കലണ്ടർ. ഓക്കെ, 𝗏𝗏𝗄𝗏 ഫ്ലോറൽ ഫെസ്റ്റിവൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ ലൊക്കേഷൻ അറിഞ്ഞിരിക്കുക, തെലങ്കാന ആൻഡ് പാർട്സ് ഓഫ് ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു. ഇത് ബേസിക്കലി നമുക്ക് ഒത്തിരി ഡെപ്തിൽ പഠിക്കേണ്ട, പക്ഷേ യൂസസ് ഓഫ് ബാംബു നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ മെഷേഴ്സിൽ യൂസസ് ഓഫ് ബാംബു അറിഞ്ഞിരിക്കണം. നമ്മൾ കറണ്ട് അഫയേഴ്സിൽ കൂടുതലും ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കീംസിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ബാംബു ആൻഡ് മില്ലറ്റ്സ്. കാരണം ഈ രണ്ട് പ്രോഡക്ട്സിൻ്റെയും ഓൺടർപ്രണർഷിപ്പ് ആണെങ്കിലും സ്റ്റാർട്ടപ്പ് ആണെങ്കിലും ഗവൺമെൻറ് ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ രണ്ട് സാധനങ്ങളാണ് കൂടുതലും നമുക്ക് SDG ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മളെപ്പോഴും നോക്കണം. അപ്പം ഈ ബാംബു എന്ന് പറയുന്നത് സോയിൽ സ്റ്റെബിലൈസേഷൻ ആൻഡ് യൂസസ് അതിൻ്റെ എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതായത് ഒന്നെന്ന് പറയുന്നത് സോയിൽ ആങ്കറിംഗ് ആണ്. ബാംബു ഹാസ് എ വൈഡ് സ്പ്രെഡിങ് റൂട്ട് സിസ്റ്റം ആണ്, മേക്കിംഗ് ഇറ്റ് എഫക്റ്റീവ് ഇൻ ആങ്കറിംഗ് ലൂസ് സോയിൽ ആൻഡ് പ്രിവെൻറ്റ് ലാൻഡ് സ്ലൈഡ്സ്. പിന്നെ എൻവയോൺമെൻറ്റൽ സർവീസസ്, അതായത് ഈ സോയിൽ ഇറോഷൻ ഒരു ബാരിയർ ആയിട്ട് ബാംബൂസ് ആക്ട് ചെയ്യും ആൻഡ് ഓഫേഴ്സ് എൻവയോൺമെൻറ്റൽ സർവീസസ് ലൈക്ക് പ്രൊട്ടക്ടിങ് വാട്ടർ സോഴ്സസ്,
ത്രൂ വാട്ടർഷെഡ് റീഫോറസ്റ്റേഷൻ. പിന്നെ നമുക്കറിയാം ഗ്രീൻ വാൾ പോലത്തെയുള്ള പദ്ധതിയൊക്കെ നമുക്ക് സഹാറയിലൊക്കെ പോയി കഴിഞ്ഞാൽ സഹാറ ഡെസേർട്ടിഫിക്കേഷൻ തടയാൻ വേണ്ടിയിട്ട് അവിടെ പ്ലാൻ ചെയ്തേക്കുന്നത് ബാംബൂസ് ആണ്. ഓക്കെ, അപ്പം ഡെസേർട്ട് ക്ലൈമറ്റിൽ പോലും വളർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സെമി അറിഡ് റീജിയൻസിൽ പോലും ബാംബൂസ് ടോളറൻ്റ് ആണ് എന്നും കൂടി ഓർത്തിരിക്കുക. പിന്നെ ഇതിൻ്റെ കേസിൽ, ഈ ഒരു ന്യൂസിൻ്റെ കേസിൽ കേരള ഗവൺമെൻറ് ബേസിക്കലി ഇടുക്കി റീജിയണിൽ അല്ലെങ്കിൽ ആ ഒരു റീജിയണിൽ ഇംപ്രോപ്പർ ആയിട്ടാണ് അവർ റോഡ് പ്ലാനിങ് ഒക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റീജിയൻ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ലാൻഡ് സ്ലൈഡ്സ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ബാംബു കൾട്ടിവേഷൻ ആ ഒരു റീജിയനിൽ കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ വേറെ യൂസസ് ഉണ്ട് ബാംബൂസിന്. വേഴ്സറ്റൈൽ മെറ്റീരിയലാണ്, അതായത് വേരിയസ് പർപ്പസസ് സച്ച് ആസ് കൺസ്ട്രക്ഷൻ ഓഫ് അഫോർഡബിൾ റിസൈലൻറ്റ് ഹോംസ്, പിന്നെ ഫർണിച്ചർ, സ്കഫോൾഡിങ്, അഗ്രികൾച്ചർ, അക്വാകൾച്ചറൽ പോസ്റ്റ്, പിന്നെ മാറ്റ് വീവിങ്, പോളിവുഡ് പ്രൊഡക്ഷൻ, ഫ്ലോറിങ് ആൻഡ് ഫുഡ് ഫോർ ഹാർവസ്റ്റഡ് ഷൂട്ട്സ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാംബൂസിൽ നിന്ന് നമുക്ക് കിട്ടും എന്നും കൂടി ഓർത്തിക്കുക. പിന്നെ ഈ ഒരു പോളിസീസ് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഇംപ്ലിമെൻറ്റിംഗ് ബാംബു ബെനിഫിറ്റ്സ് ഇൻ ഇന്ത്യ. അതായത് എന്താണ്? പ്രൊമോട്ട് ബാംബു പ്ലാന്റേഷൻ ടു പ്രിവെൻറ്റ് ലാൻഡ് സ്ലൈഡ്സ് ഇൻ ഹില്ലി റീജിയൻസ് ആൻഡ് മിറ്റിഗേറ്റ് സോയിൽ ഇറോഷൻ ഇൻ വൾണറബിൾ ഏരിയാസ്. പിന്നെ എൻകറേജ് സസ്റ്റൈനബിൾ ബാംബു ഹാർവെസ്റ്റിംഗ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ലൈവ്ലിഹുഡ്സ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. പിന്നെ raise awareness about environmental benefits of bamboo and promotes its reforestation projects. പിന്നെ develop policies and incentives to support bamboo based industries. പിന്നെ അപ്പം നമുക്കറിയാം SDG ഗോൾസ് അറ്റൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരിക്കലും ഇപ്പം നമുക്ക് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് വഴി നമുക്ക് SDG ഗോൾസ് ശരിക്കും അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ വി ആർ റീപ്ലേസിങ് പ്ലാസ്റ്റിക് വിത്ത് പ്ലാസ്റ്റിക് ഉള്ളി. പക്ഷേ ബാംബു പോലത്തെ മെറ്റീരിയലാണ് ഇതിനെ റീപ്ലേസ് ചെയ്ത് വരുന്നതെങ്കിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് അത്രത്തോളം കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പം അതൊക്കെയാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ റിസൈലൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ നാച്ചുറൽ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിലോട്ട് നമുക്ക് ബാംബു ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാൻ പറ്റും. പിന്നെ കൂടുതലും നമുക്ക് ഈ ബാംബു ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിൽ R&D ആവശ്യമുണ്ട്. അപ്പോൾ അതിനുള്ള പോളിസീസ് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മുടെ അവസാനത്തെ ന്യൂസ് എന്ന് പറയുന്നത് സിനർജിക് ബാരിയേഴ്സ് ആർ അഫക്റ്റിംഗ് പ്രോഗ്രസ് ഇൻ SDGs ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ബാംബൂസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിനി ഈ ഒരു ന്യൂസിലോട്ട് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ന്യൂസിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ SDG സബ്മിറ്റ് ന്യൂയോർക്കിൽ നടന്നിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ അവർ റീഅഫേം ചെയ്തായിരുന്നു കമ്മിറ്റ്മെൻറ്റ് ടു ഇറാഡിക്കേറ്റ് പോവർട്ടി ആൻഡ് എൻഡ് ഹങ്കർ. അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് അവരൊന്നുകൂടെ റീഅഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു പ്രോബ്ലം ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കറിയാം SDG ഗോൾസ് 17 SDG ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ 169 ടാർഗറ്റ്സ് വെച്ചിട്ടുണ്ട്. പക്ഷേ കറണ്ട് പേസിൽ നമ്മൾ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു 15% മാത്രമേ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ അവർ ഒരു $500 ബില്യൺ ആനുവൽ SDG സ്റ്റിമുലസ് ആയിട്ട് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ SDG ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ടുള്ള കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് 2000 ഈ വർഷം തന്നെ ഇറക്കിയ ഒരു റിപ്പോർട്ടിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാപ്പ് SDG ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ട് ഏകദേശം $4 ട്രില്യൺ ആണ്. അപ്പം അതിൽ $2 ട്രില്യൺ എന്ന് പറയുന്നത് ഈ ഒരു എനർജി ഡെവലപ്പ് കൺട്രീസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നോൺ റിന്യൂവബിൾ റിസോഴ്സസിൽ നിന്ന് റിന്യൂവബിൾ റിസോഴ്സിലോട്ട് മാറ്റാനായിട്ടുള്ള എനർജി ട്രാൻസിഷൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു 2 ട്രില്യൺ വേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത് ഭയങ്കര ഒരു ചാലഞ്ചിങ് ഫാക്ടറാണ്. പിന്നെ ഈ ഒരു സസ്റ്റൈനബിൾ ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ടുള്ള ചാലഞ്ചസ് നമ്മൾ നോക്കണം. ഒന്നെന്ന് പറയുന്നത് SDG ഗോൾസ് ചാലഞ്ചസ് ആർ ക്ലോസ്ലി ലിങ്ക്ഡ് ആൻഡ് ഷുഡ് വർക്ക് ടുഗദർ ഫോർ എ ബെറ്റർ വേൾഡ് ആണ്. അപ്പോൾ നമുക്കറിയാം SDG ഗോൾസ് അറ്റൈൻ ചെയ്യണമെങ്കിൽ ഒരു സിനർജി എന്ന് പറയുന്നത് എന്താ, 1-2 ഓർഗനൈസേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യും ഒരു കോമൺ ഗോൾ അറ്റൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കോപ്പറേഷനെയാണ് സിനർജി എന്ന് പറയുന്നത്. ഓക്കെ, സം റിസർച്ച് ടോക്സ് അബൌട്ട് ദീസ് ഗോൾസ് ക്യാൻ എയ്തർ ഹെൽപ്പ് ഈച്ച് അതർ, പക്ഷേ ചില സമയത്ത് അത് കുറച്ചുകൂടെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും ആണ് അവർ പറയുന്നത്. പിന്നെ 2019 ഒരു 5 മെയിൻ വേസ് ഓൺ ഹൗ ടു അച്ചീവ് ദിസ് സിനർജി എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം.
5 ways to make SDGs work together better is identified in the 2019 study. അപ്പോൾ ഒന്നാമത്തേന്ന് പറയുന്നത് റിസോഴ്സ് അലോക്കേഷൻ ആണ്. അപ്പോൾ യൂസിങ് റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി ടു അഡ്രസ് മൾട്ടിപ്പിൾ SDGs സൈമിൾട്ടേനിയസ്ലി എൻഷുറിംഗ് ദാറ്റ് വൺസ് ഗോൾ പ്രോഗ്രസ് ഡസൻ ഇൻഡർ അതർ. അതായത് ഒറ്റയടിക്ക് കുറേ SDG ഗോൾസ് നമ്മൾ അറ്റൈൻ ചെയ്യാൻ നോക്കണം. ഇൻ സച്ച് എ മാനർ ദാറ്റ് ഒരു SDG ഗോൾ അറ്റൈൻ ചെയ്യുമ്പോൾ നമ്മൾ വേറൊരെണ്ണത്തിനെ ഹിൻഡർ ചെയ്യത്തില്ല എന്നുള്ളത്. അതായത് മറ്റൊന്നിനെ തടസ്സപ്പെടുത്താതെ ഉള്ളൊരു SDG ഗോൾസിലോട്ടുള്ള അറ്റൈൻമെൻ്റ് ആണ് റിസോഴ്സ് അലോക്കേഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ എനേബിളിംഗ് എൻവയോൺമെൻറ്റ്സ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ലീഗൽ പോളിസീസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് വേണം ഇങ്ങനൊരു സസ്റ്റൈനബിൾ പ്രാക്ടീസ് വരാൻ. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് പ്ലാസ്റ്റിക്കിനെതിരായിട്ടുള്ള ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ലോ വരണം. ഓക്കെ, അപ്പോൾ ഈ ലോ വന്നിട്ട് മാത്രം പോരാ, ഈ പ്ലാസ്റ്റിക്കിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വേണം. എസ്പെഷ്യലി ഇപ്പോൾ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഈ പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള പാക്കേജിംഗ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അല്ലെങ്കിൽ മാർക്കറ്റിൽ അതിൻ്റെ ലോവർ പ്രൈസ്, അതായത് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് തരുന്നതിനേക്കാളും ലോവർ പ്രൈസിൽ ഇത് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അതാണ് എനേബിളിംഗ് എൻവയോൺമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ കോ ബെനിഫിറ്റ്സ്. മൂന്നാമത്തെ പോയിന്റാണ് കോ ബെനിഫിറ്റ്സ്. ഐഡൻറ്റിഫൈയിങ് ആൻഡ് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് പോസിറ്റീവ് സൈഡ് എഫക്ട്സ് വെൻ വർക്കിംഗ് ടുവേർഡ്സ് വൺ SDG ദാറ്റ് ക്യാൻ ഓൾസോ ബെനിഫിറ്റ് അതേഴ്സ്. അപ്പം നമുക്കറിയാം റിന്യൂവബിൾ എനർജി പ്രൊജക്ട്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് SDG 13 അച്ചീവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ക്ലീൻ എനർജി ആക്സസ് കിട്ടും. അപ്പോൾ SDG 13ഉം SDG 7ഉം അതിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നാലാമത്തേന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. ഫൈൻഡിങ് സൊല്യൂഷൻസ് ദാറ്റ് ഗീവ് ദ മോസ്റ്റ് വാല്യൂ ഫോർ ദ മണി ബൈ അഡ്രസ്സിങ് മൾട്ടിപ്പിൾ SDGs വിത്ത് ദ സെയിം റിസോഴ്സസ്. പിന്നെ സാച്ചുറേഷൻ ലിമിറ്റ്സ്. റെക്കഗ്നൈസിങ് ദാറ്റ് ദെയർ മൈറ്റ് ബി ലിമിറ്റ്സ് ടു ഹൗ മച്ച് പ്രോഗ്രസ് ക്യാൻ ബി മെയ്ഡ് ഇൻ സർട്ടൻ ഏരിയാസ് വിതൗട്ട് ഹാമിങ് അതേഴ്സ്. അപ്പം SDG ഗോൾസ് അറ്റൈൻ ചെയ്യുകയാണെങ്കിലും ഓരോ സെക്ടറിലും അലോക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പം ഒരു സർട്ടൻ ലെവലിൽ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പം നമുക്കത് എൻവയോൺമെൻറ്റിന് ഹാംഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ള SDG ഗോൾസ് അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ഓക്കെ, അതും കൂടി റെക്കഗ്നൈസ് ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പം വേറെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പ്ലാസ്റ്റിക് ബാഗ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ പെട്രോളിയം ഇൻഡസ്ട്രി കുറേ പേരെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. അപ്പം SDG 8 എന്ന് പറയുന്നത് നമുക്ക് ജോബ് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു SDG ഗോൾസ് ആണ്. ഓക്കെ, എംപ്ലോയ്മെൻറ്റ് അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഇതാണ്. അപ്പം നമുക്ക് ഒത്തിരി ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിലോട്ടൊക്കെ ട്രാൻസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള നോൺ റിന്യൂവബിൾ സെക്ടർ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ജോബ് പോകും. ഓക്കെ, അപ്പോൾ അവരുടെ ട്രാൻസിഷൻ ടു റിന്യൂവബിൾ സെക്ടറും കൂടി നമ്മൾ എൻഷുർ ചെയ്യണം. അവർക്ക് വേണ്ട പ്രോപ്പർ സ്കിൽ ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൂടി നമ്മൾ എൻഷുർ ചെയ്യണം. ഓക്കെ, അതും കൂടി ശ്രദ്ധിക്കണം. അപ്പം നമുക്കിനി ഇതിൻ്റെ ഒരു വേ ഫോർവേഡാണ്. ഈ ഒരു സിനർജി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഇംപ്രൂവിങ് സിനർജി ഇൻ പോളിസി മേക്കിംഗ്. അപ്പം പോളിസി മേക്കിംഗ് ആൻഡ് ക്രിയേറ്റ് സിനർജിക് ഔട്ട്കംസ് വിത്ത് ക്ലിയർ ഗോൾസ്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി ഇനിഷ്യലി ടാർഗറ്റഡ് എനർജി സെക്യൂരിറ്റി ആൻഡ് എയർ ക്വാളിറ്റി ആയിരുന്നു നമ്മൾ ഇനിഷ്യലി ടാർഗറ്റ് ചെയ്തത്. പിന്നെയാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. പക്ഷേ നമുക്കറിയാം അങ്ങനെയൊക്കെ നടന്നു പറഞ്ഞാലും അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഗോൾ അറ്റൈൻമെൻറ്റിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല. അതൊരു ഫോൾട്ടാണ്. പിന്നെ ബാരിയേഴ്സ് ഇൻ സിനർജി, നെഗ്ലക്റ്റിംഗ് ഹെൽത്ത് ബെനിഫിറ്റ്സ്. അപ്പോൾ ഇന്ത്യ ഹാസ് ഇൻ ഫുള്ളി ലെവറേജ്ഡ് ദ ഹെൽത്ത് അഡ്വാൻറ്റേജസ് ഓഫ് റെഡ്യൂസ്ഡ് പോപ്പുലേഷൻ ടു ബ്ലോസ്റ്റർ സപ്പോർട്ട് ഓഫ് റിന്യൂവബിൾ എനർജി. അപ്പോൾ നമുക്കറിയാം നമ്മൾ കൂടുതലും ഇൻഡസ്ട്രിയൽ പരമായിട്ട് റിന്യൂവബിളിലോട്ട് മാറണം, അല്ലെങ്കിൽ സോളാർ പാനൽസ്, അല്ലെങ്കിൽ PM കുസും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്തു. അതുപോലെ തന്നെ E20 എത്തനോൾ ബ്ലെൻഡിങ്ങിലോട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്തു. പക്ഷേ ഹെൽത്ത് കെയറിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അത് കൂടുതൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ അംബീഷ്യസ് റിന്യൂവബിൾ എനർജി ടാർഗറ്റ്സ് ഡിഡിൻ അലൈൻ അലോങ് വിത്ത് ദ സ്മോൾ സ്കെയിൽ ആപ്ലിക്കേഷൻസ്. അതായത് ഹെൽത്ത് കെയറിലുള്ള ബെനിഫിറ്റ്സ്. അപ്പോൾ ഇൻഡിവിജ്വൽ സെൻട്രിക് ആയിട്ടുള്ള പോളിസീസ് നമ്മൾ കുറച്ചുകൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ അഡ്രസ്സിങ് ബാരിയേഴ്സ്, റോബസ്റ്റ് അനാലിസിസ് നീഡ്. അതായത് സിംപ്ലി റെക്കഗ്നൈസിങ് ഇൻ്റർ കണക്ഷൻസ് ബിറ്റ്വീൻ ഗോൾസ്. അതായത് നമുക്കറിയാം SDG 7ഉം SDG 13ഉം തമ്മിൽ റിലേറ്റഡ് ആണെന്ന് നമുക്കറിയാം. ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുള്ള റിലേറ്റഡ് ആണ് രണ്ടും നമുക്കറിയാം. പക്ഷേ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രം പോരാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിന്യൂവബിൾ റിസോഴ്സിലോട്ട് കൊണ്ടുവരും തോറും അത് ക്ലൈമറ്റ് ചേഞ്ചിനും കൂടി മാറ്റം വരുത്തുന്നു എന്ന് പറയണം. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ലിത്യം അയോൺ ബാറ്ററീസ്. പക്ഷേ ഈ ലിത്യം അയോൺ ബാറ്ററീസ് നമുക്കറിയാം റിന്യൂവബിൾ എനർജി സോഴ്സാണ്. ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലിത്യം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോഴേക്കും അത് ഭയങ്കര എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ഒരു സിനർജി അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല.
മനസ്സിലായി? അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഹൈഡ്രജൻ ബേസ്ഡ് ആയിട്ടുള്ള കാർസോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബേസ്ഡ് ആയിട്ടുള്ള റിന്യൂവബിൾ എനർജിയിലോട്ട് നമുക്ക് ട്രാൻസിഷൻ ചെയ്യാം, മോർ ദാൻ ലിത്തിയം. ഓക്കെ, അതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ദിസ് റിക്വയർസ് ആക്സസിങ് ആൻഡ് ടാക്ലിംഗ് ബാരിയേഴ്സ് ഐഡന്റിഫൈഡ് ഇൻ ദ UN റിപ്പോർട്ട് വിത്തിൻ ഇന്ത്യസ് സ്പെസിഫിക് കോണ്ടെക്സ്റ്റ്. അതായത് ഇന്ത്യക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ട രീതിയിൽ നമ്മൾ നമ്മുടെ പോളിസി മേക്കിങ്ങിലൊക്കെ മാറ്റം വരുത്തണമെന്നാണ് പറയുന്നത്. പിന്നെ ട്രാൻസ്പെറൻസി എനർജി, അതായത് ഈ ഓപ്പർച്യൂണിറ്റീസും ലിമിറ്റേഷൻസും എല്ലാം നമ്മൾ പ്രോപ്പർലി ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അതായത് നമുക്കറിയാം ഇപ്പം നമ്മൾ കൂടുതലും ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യും. പക്ഷേ ഈ ലിത്തിയം എടുക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര എൻവയോൺമെൻ്റലി ഡീഗ്രേഡഡ് സോഴ്സ് ആണെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല. പക്ഷേ നമ്മൾ കൂടുതലും ഇലക്ട്രിക് വെഹിക്കിൾസിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും അല്ലേ. അപ്പം നാച്ചുറലി നമ്മൾ ഈ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ എൻവയോൺമെൻറ്റിൽ നിന്ന് മാറ്റുന്നുണ്ടെങ്കിലും വേറൊരറ്റത്ത് ലിത്തിയം മൈനിങ്ങിലൂടെ അതിൽ കൂടുതൽ എൻവയോൺമെൻറ്റ് ഡാമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ജനറേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ ബാലൻസിങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പം ഇൻവെസ്റ്റിംഗ് ഇൻ ക്ലീൻ എനർജി ക്യാൻ ബി സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ് എയർ ക്വാളിറ്റി ആൻഡ് പബ്ലിക് ഹെൽത്ത്. അപ്പം ആ ഒരു കാര്യം നമ്മൾ കുറച്ചുകൂടെ എംഫസിസ് ചെയ്ത് നിൽക്കണമെന്നാണ് പറയുന്നത്. അതായത് ക്ലീൻ എനർജി സോഴ്സസിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ഈ SDG ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ന്യൂസ് അനാലിസിസ് നമ്മൾ സെയിം സെക്സ് കപ്പിളിനെ കുറിച്ചുള്ള അവരുടെ ലീഗൽ പ്രൊവിഷൻസ് നമ്മൾ നോക്കി. അപ്പം പിന്നെ സ്പെഷ്യൽ മാരേജസ് ആക്ട് 1954 നമ്മൾ നോക്കി. പിന്നെ അതിനെക്കുറിച്ച് അത് ആഡ് ചെയ്യണോ, ഈ അതിലോട്ട് സെയിം സെക്സ് മാരേജിനെ കുറിച്ച് ആഡ് ചെയ്യണോ, പിന്നെ സെയിം സെക്സ് മാരേജിൻ്റെ പ്രോയും എഗെയിൻസ്റ്റും ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് റെഡ് ടൈഡ് എന്താണെന്ന് നമ്മൾ നോക്കി. പിന്നെ ഒരു തെലങ്കാന ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഫെസ്റ്റിവൽ ആയിട്ട് 𝗵𝗏𝗃 ഫ്ലോറൽ ഫെസ്റ്റിവൽ നമ്മൾ നോക്കി. പിന്നെ ബാംബു എങ്ങനെയാണ് നമുക്ക് SDG ഗോൾസോ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മെറ്റിഗേഷനിൽ ബാംബുവിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കി. അവസാനമായിട്ട് നമ്മൾ SDG ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നൊക്കെ നോക്കി. ഓക്കെ, അപ്പം ഇന്നത്തെ ന്യൂസ് അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.